ഇന്നത്തെ ഉച്ചയുടെ വിശേഷം ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന വെക്കേഷന് വേണ്ടിയിട്ട് ഇടിച്ചക്ക ഉണ്ടായിരുന്നു. ആദ്യം തന്നെ അത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഇത്തിരി നേരത്തെ മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കഴുകി നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കാമെന്ന് കുക്കറിലാകുമ്പോൾ പിന്നെ വേഗം കൂടെ ആയിക്കോളും. അതുകൊണ്ട് പാകത്തിന് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് അത് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ നമ്മൾ മുട്ടപ്പാട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു വളാഞ്ചേരി പോയിട്ട്, അതും കൂടെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നോൽമ്പും കാര്യങ്ങളൊക്കെയാണ്. മുട്ടപ്പാട്സ് എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇതന്നെ വാങ്ങിയതില്ലെങ്കിൽ പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഒരുപാട് നേരത്തെ മെനക്കേടാണ്. ഒരുപാട് നേരം ഇരുന്നിട്ട് അത് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ പിന്നെ 3-4-5-8 പ്രാവശ്യം നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തേക്ക് പൊടികൾക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്തിരുന്ന് വേവട്ടെ. അടുപ്പത്ത് വെച്ചിട്ടുള്ള ഫുഡിനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അവിടെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിൽ തന്നെയാണ് മിക്കതും വയ്ക്കുക. നമ്മുടെ വീട്ടിൽ അടുപ്പില്ലല്ലോ, അതുകൊണ്ട് തന്നെ അപ്പോഴേക്ക് ഇടിച്ചക്കൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി മുളകും കാര്യങ്ങളൊക്കെ ചതച്ചെടുത്തു. പിന്നെ പപ്പടം കാച്ചി എണ്ണയിൽ തന്നെ കടുകിട്ടു ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിക്കുക. എന്നിട്ട് പിന്നെ വേപ്പിലിട്ട് കൊടുക്കുക, കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉപ്പേരി അങ്ങോട്ട് തട്ടി കൊടുക്കുക. വെന്തിരിക്കണം ചതച്ചിരിക്കണം ഇടിച്ചക്ക ഇങ്ങോട്ട് ആക്കിയപ്പോഴേക്കും ഉപ്പേരി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പുറത്തിന് ഈ ചിക്കൻ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടെ വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്കും കുറച്ചും കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തേൽ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാകത്തിന് മസാല ഇതിലേക്ക് ആക്കിയിട്ട് നമ്മളിതാ വെന്തിരിക്കുന്ന മുട്ട പാർട്സിലേക്ക് ഈ വഴറ്റിയ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മുട്ട പാർട്സ് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഇലയൊക്കെ വെട്ടിയിരുന്ന് ചോറിനാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇലയിലാണ് ഇന്നത്തെ മാമുണ്ടാന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. വരെ നിറയെ ഫുഡ് കഴിച്ചു. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.